ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒറ്റനാക്കാണ്. ഒറ്റനാക്കിനെ കുറിച്ച് മെയിൻസ് ഓഫ് ഓർണമെന്റ്സ് ആൻഡ് ക്ലോത്ത്സ് ഇൻ കേരള മിറർ പെയിന്റിംഗ് എന്ന നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഉടുത്തിരിക്കുന്ന വസ്ത്രമായ അന്തരധാമത്തിന്റെ മുകളിലായി കാണുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒറ്റനാക്ക്. പനയനാർക്കാവ് ദേവീക്ഷേത്രത്തിലെ ചിത്രങ്ങളിൽ കാണുന്ന തരം ഒറ്റനാക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ലേൺ മിറൽസിന്റെ ഓൺലൈൻ മിറർ പെയിന്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ലേൺ മിറൽസ് എന്ന നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒറ്റനാക്ക് വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു A4 സൈസിലുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒറ്റനാക്കിൻ്റെ ഔട്ട്ലൈൻ ഇടുന്നതെന്ന് നോക്കാം. ഈ സെൻറ്റർ ലൈനിൻ്റെ രണ്ട് വശത്തുനിന്നുമായിട്ട് ഈക്വൽ വിഡ്ത്തിൽ ഒരു സ്ലാൻഡിങ്, രണ്ട് വശത്തും സ്ലാൻഡിങ് ലൈൻസാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഈ ഒരു മാർജിനിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒറ്റനാക്ക് എന്ന് പറയുന്നത് ഊരുധാമത്തിൻ്റെ ഒരു ഊരുധാമത്തിൽ നിന്നായിട്ട് തുടങ്ങുന്ന രീതിയിൽ, ഭാഗത്തുനിന്ന് തുടങ്ങുന്ന രീതിയിലാണുള്ളത്. അതിൽ ചിലപ്പോൾ ഇവിടെ ഒരു വ്യാളി ആയിരിക്കും ഉണ്ടാവുക, വ്യാളിയുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മളിവിടെ വരയ്ക്കുന്ന ഈ ഒരു പോർഷൻ ഒരു നായകമണിയാണ്. ആ നായകമണിയുടെ ഹാഫ് പോർഷനാണ് വിസിബിൾ ആയിട്ടുള്ളത്. ബാക്കി ഇനി ഇത്രയും വരെയുള്ള ഏരിയയാണ്. ഈ ഏരിയയിൽ എൻഡിലായിട്ട് നമുക്ക് ഒരു നായകമണിയുടെ ഔട്ട്ലൈൻ കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് സൈസ് കൂടിയതും സ്റ്റാർട്ടിങ്ങിലുള്ള സൈസ് കൂടിയതായിട്ടുള്ളതും എൻഡിലേക്ക് വരുമ്പോൾ അതൊന്ന് സൈസ് കുറഞ്ഞതുമായിട്ടുള്ള നായകമണിക്കുള്ള ഔട്ട്ലൈനാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് സ്പേസിൻ്റെയും ഇടയിലായിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് അടുത്തൊരു നായകമണിക്കുള്ള ഔട്ട്ലൈനും കൂടെ കൊടുക്കാം. ഇതാണ് നമുക്ക് ഒറ്റനാക്കിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈൻ അടിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഒരു ഡിസൈൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ഒറ്റനാക്കിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ട്. സെൻറ്ററിലുള്ളതിന് ലെങ്ത്ത് കൂടുതലും സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് ലെങ്ത്ത് കുറവുമായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 3 ഭാഗങ്ങളിലായിട്ടുള്ളതിൽ നായകമണിയാണ് വരയ്ക്കേണ്ടത്. നായകമണി എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പ്രീവിയസ് ആയിട്ടൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഇനി ഈ ഏരിയയിൽ നമുക്ക് വരയ്ക്കാനുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു 5 ഇതുപോലത്തെ ലൈൻസാണ് കൊടുക്കേണ്ടത്. എല്ലാം ഈക്വൽ വിഡ്ത്തിലുള്ളത്. ഇതുപോലെ ഇരിക്കുന്നത് 5 എണ്ണമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി അത് തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. ഈ 5 ലൈൻസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെയായിട്ട് താഴേക്ക് വരുന്നതായിട്ടുള്ളത്. അത് എൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഡിസൈനിൽ.
നമുക്കിതൊന്ന് എങ്ങനെയാണ് ഇനി പെയിൻറ് ചെയ്യുന്നതെന്ന് നോക്കാം. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാർലെറ്റ് ലേക്കിൻ്റെയും ബേൺസീനയുടെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള ഒരു മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ലോങ് ഹെയർ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. വളരെ പതുക്കെ ടിപ്പ് മാത്രം ഉപയോഗിച്ച് നമുക്കത് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഈ പെൻസിൽ ലൈൻസൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് മാറ്റാം. അടുത്തതായി നമുക്ക് യെല്ലോ വാഷാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ യെല്ലോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓക്കർ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പോർഷൻ ഒരു ലൈന് ഈ വൈറ്റ് ആയിട്ട് വെച്ചിട്ട് അതിന് രണ്ടരികിലുള്ള ഇതിന് മാത്രമായിട്ടാണ് നമ്മൾ യെല്ലോ കൊടുക്കുന്നത്. ഇനി ഈ നായകമണിയുടെ അരികിൽ ഈ ഒരു വൈറ്റിൻ്റെ രണ്ട് വശത്തും വരുന്ന പാർട്ടൊക്കെ ഞാനൊന്ന് ഒരു പോയിൻ്റഡ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് ഈ താഴെ വരെയുള്ള നായകമണികളെല്ലാം ക്ലിയർ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് ചെയ്യാനുള്ളത്. ആദ്യം ഈ അരികിലൊക്കെ ആയിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ട് അതൊന്ന് നമുക്ക് ഡിസോൾവ് ചെയ്തെടുക്കാം.
നായകമണി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഈ ഒരു വൈറ്റ് ഏരിയയുടെ അരികിലുമായിട്ട് വരുന്ന റെഡ് പോർഷനാണ്. ഇതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കാം. റെഡിൻ്റെ ഷെയ്ഡിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് ബ്ലാക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.